प्यारे बच्चों आदाब, कैसे हैं? ठीक है ना? സുഖമായിരിക്കും എല്ലാവർക്കും അല്ലേ? പാഠഭാഗങ്ങളൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും. ഉറുദു പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലേ? നന്നി ചിടിയെക്കുറിച്ചുള്ള ഒരു കഹാനി ആണല്ലോ. അതിനൊരു ഹെഡിങ് എഴുതാൻ പറഞ്ഞിരുന്നു. എഴുതിയിട്ടുണ്ട് എല്ലാവരും? എഴുതിയോ? അച്ഛാ, എഴുതിയതൊന്ന് നോക്കാം നമുക്ക് അല്ലേ? കുറേ കുട്ടികൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ തന്നെയാണോ എഴുതിയത്? നമുക്കൊന്ന് നോക്കിയാലോ? അച്ഛാ, നന്നി ചിടിയാക്കി കഹാനി, നന്നി ചിടിയയുടെ കഥ. നന്നി ചിടിയ ഓർ ഇന്ദർ ഭഗവാൻ, നന്നി ചിടിയയും ഇന്ദർ ഭഗവാനും. നന്നി ചിടിയാക്കി കോശിഷ്, നന്നി ചിടിയയുടെ ശ്രമം. ठीक है. അപ്പം എല്ലാവരും ഹെഡിങ് എഴുതി. എന്തായിരുന്നു ആ കഥ? കഥ ഒന്ന് പറഞ്ഞു തരുമോ? എന്തായിരുന്നു ആ കഥ? ചോട്ടാമു ബഡി ബാത്ത് എന്ന കഥ എങ്ങനെയായിരുന്നു? കാട് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ശക്തമായി കാട് കത്തിയപ്പോൾ എല്ലാ മൃഗങ്ങളും പേടിച്ച് ഓടി അല്ലേ? അപ്പോഴാണ് നമ്മുടെ നന്നി ചിടിയ അവിടെ വന്ന് ചെറിയ ആ കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് ആ കാട്, ആ തീയെ അണക്കാൻ ശ്രമിക്കുന്ന ഒരു കഥയായിരുന്നു. ആ നന്നി ചിടിയ ചെയ്യുന്നത് കണ്ട് ഇന്ദർ ഭഗവാൻ പരിഹസിച്ചിരുന്നു അല്ലേ? ഇന്ദർദേവ് ബാരിഷ് കി ദേവത ഹേ അല്ലേ? ബാരിഷിൻ്റെ ദേവതയായിരുന്നു ഇന്ദർ ഭഗവാൻ. എന്നിട്ട് ഇന്ദർ ഭഗവാൻ പരിഹസിച്ചു. ഈ സമയത്ത് നന്നി ചിടിയ ഇന്ദർ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഫിർ ബി ആപ് ഖാമോഷ് ബൈഠേ മേരെ മസാഖ് ഉഡാ രഹേ ഹൈ. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? മിണ്ടാതിരുന്ന് എന്നെ പരിഹസിക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഓക്കെ, ഇത്രയായിരുന്നു നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. ആ ചെറിയ പക്ഷിയെ ഇന്ദ്രദേവ് പരിഹസിച്ചത് വരെ. ഇനി ഈ കഥയെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒന്ന് പറഞ്ഞു നോക്കൂ. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എങ്ങനെ? ആദ്യ ഒരു സെൻറ്റൻസ് പറഞ്ഞു നോക്കൂ. പഹലെ ജുംല, ആദ്യ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കൂ. ഇന്ദർ ഭഗവാൻ ഇതെല്ലാം മനസ്സിലായി അല്ലേ? ഈ പക്ഷി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. എന്നിട്ട് മഴ പെയ്യിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് ആ കഥ തുടർത്താം അല്ലേ? എങ്ങനെ നമുക്കത് ഉറുദുവിൽ എഴുതാൻ കഴിയും? ഒന്ന് പറഞ്ഞു നോക്കൂ. ഇന്ദർ ഭഗവാൻ കോ സബ് കുച്ച് സമझा, നന്നി ചിടിയ ने बिल्कुल सच कहा. इस वक्त बारिश बरसने लगी अले. പിന്നീടോ നന്നി ചിടിയാക്കോ ബഹുത് ഖുഷ് ഹുയി, വളരെ സന്തോഷമായി. വോ ചഹ്ചഹാനെ ലഗി അല്ലേ? ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, സന്തോഷത്താലുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ജംഗൽ കെ തമാം ജാൻവർ ഓർ പരിന്ദേ ജംഗൽ മേ വാപ്പസ് ആയേ. ഓടിപ്പോയ മൃഗങ്ങളെല്ലാം വാപ്പസ് ആയേ, തിരിച്ചു വന്നു. എന്നിട്ടോ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാകും? ഈ നന്നി ചിടിയാക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? വോ നന്നി ചിടിയാക്കോ ശുക്രിയ അദാ കർക്കെ ഖുഷി സെ ജിന്ദഗി ഗുസാരെ അല്ലേ? എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഇങ്ങനെ ഈ കഥ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം അല്ലേ? ഈ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. നമ്മുടെ പാഠപുസ്തകത്തിലെ ആദ്യ പ്രവർത്തനമുണ്ടായിരുന്നത്
ഇതായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഹെഡിങ് എഴുതാനുള്ള പ്രവർത്തനമുണ്ടായിരുന്നത്. പാഠപുസ്തകത്തിൽ എല്ലാവരും നോക്കുക, ശ്രദ്ധിക്കുക. അച്ഛാ, ബച്ചോ ഇസ് കഹാനി കോ ആഗെ ബഡായിയെ. കുട്ടികളെ, ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകൂ. ബച്ചോ, ഏ തസ്വീർ देखिए. ഈ ചിത്രം ഒന്ന് നോക്കൂ. എന്താ ചിത്രം? നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചിത്രമാണ് അല്ലേ? ഒരു കഥയാണിത്. ഏ കഹാനി ഹൈ അല്ലേ? ഏതാണ് കഥ? ബത്തായിയെ, പറഞ്ഞു നോക്കൂ. ആമയും മുയലും. ഉറുദുവിൽ എങ്ങനെ പറയും? കച്ചുവ ഓർ ഖർഗോഷ് അല്ലേ? ആമയും മുയലുമുള്ള കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തിൽ ഒരു കഥ പറഞ്ഞു, ഒരു നന്നിച്ചിടിയുടെ കഥ. ഇപ്പോൾ ഒരു ചിത്രവും കാണിച്ചു. കച്ചുവ ഓർ ഖർഗോഷ് की कहानी. അല്ലേ? ഇതുപോലെ ഒരുപാട് കഥകൾ നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കഥയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതുപോലെ കുറച്ച് കഥകൾ നിങ്ങൾ എഴുതി നോട്ട് പുസ്തകത്തിൽ എഴുതി ശേഖരിച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അച്ഛാ, ഇതിൻ്റെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പാഠപുസ്തകത്തിലുള്ളത്. देखिए, इस तरह की छोटी छोटी कहानियाँ जमा कीजिए और मेरा गुलशन में लिखाइए. कोई एक कहानी पेश कीजिए. ഇതുപോലെ ചെറിയ ചെറിയ കഥകൾ ശേഖരിച്ച് നിങ്ങളുടെ മെരാ ഗുൽഷൻ എന്ന നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ നിങ്ങൾ അവതരിപ്പിക്കുക. ഹായ് പ്യാരെ ബച്ചോ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെറിയ 2 പ്രവർത്തനം തന്നിട്ടുള്ളൂ. ഓക്കെ, ചെയ്യും അല്ലേ? ആദ്യം പറഞ്ഞത് ഇസ് കഹാനിക്കോ ആകെ ബഡായിയെ. ഈ കഥ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ച ആ കഥ തുടർ എഴുതി വെക്കാൻ. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ കഥകൾ ശേഖരിച്ച് നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ച് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ. അതിൽ ഏറ്റവും നല്ലൊരു കഥ നിങ്ങൾ വീഡിയോ എടുത്തും കൂടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, മറക്കരുത്. വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.